ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അണ്ടർ-23 ടീമിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഒരു സ്ക്വാഡ് പ്രഖ്യാപനമൊക്കെ വന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്തതാണ്. അതിൽ നിന്ന് ചില ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഫിൽട്ടർ ചെയ്തിട്ടുള്ള ഒരു 23 സ്ക്വാഡിനാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലേഷ്യയിൽ വെച്ച് നടക്കുന്ന ഒരു ടൂർണമെൻറ്റിന് വേണ്ടി. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, എനിക്കൊരു മാച്ച് പ്രിവ്യൂ അങ്ങനെയുള്ള നിലയിൽ അല്ലെങ്കിൽ ആ ഒരു മത്സരങ്ങളെ പറ്റിയൊന്നും വീഡിയോ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ഡോർ സെറ്റപ്പിലാണ് മലേഷ്യയിൽ വെച്ച് മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെലികാസ്റ്റോ സ്ട്രീമിങ്ങോ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കൊന്ന് മലേഷ്യ അണ്ടർ-23 ഏഷ്യൻ കപ്പ് കളിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു മത്സരം മറ്റു ടീമുകളൊന്നും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള നിലയ്ക്കാണ്. അല്ലെങ്കിൽ 2 മത്സരങ്ങളാണ് വരുന്നത്. എനിവേ ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് പോകുന്നൊരു സമയത്ത് ഇന്ത്യയുടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ 11 എന്ന നിലയിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ഗോൾ കീപ്പർ പൊസിഷനിൽ നിന്ന് തുടങ്ങുന്നൊരു സമയത്ത് ആർഷയ്ക്കും വിശാൽ ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഐ തിങ്ക് നമുക്ക് ഗില്ല് തന്നെ ആയിരിക്കും ഒരു ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന നിലയിൽ വരിക എന്നുള്ളതാണ്. അതിന് തർക്കങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇനി സെൻട്രൽ ബാക്കിലേക്ക് വരുന്നൊരു സമയത്ത് 2 താരങ്ങൾ ഹോമിപാം ആൻഡ് വികാസ് ഷുംനാം. നിലവിലെ ഒരു ഫോം വെച്ചിട്ട് സെൻട്രൽ ബാക്കിൽ ഇവരാകും സാധ്യതകൾ. പിന്നെ ഒരു ഓപ്ഷൻ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ നരേന്ദ്ര ഗെഹ്ലോട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു സെൻട്രൽ ബാക്ക് ഓപ്ഷനിലും വിങ് ബാക്ക് ഓപ്ഷനിലും വെക്കാൻ കഴിയുന്ന ഒരു താരമാണ്. അതുപോലെ റൈറ്റ് ബാക്കിലേക്ക് വരുന്നൊരു സമയത്ത് അബ്ദുൾ റബീനെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അദ്ദേഹത്തെ വിങ്ങറായിട്ടും വേണേൽ കളിപ്പിക്കാം, അവിടെയും കളിക്കുന്ന പ്ലേയേഴ്സാണ്. വിങ്ങിൽ പക്ഷേ ധാരാളം പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ വിങ് ബാക്ക് പൊസിഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ റൈറ്റ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് മറ്റ് പ്ലേയേഴ്സിനെ മറ്റ് വിങ് ബാക്കുകളെ വെച്ച് തട്ടിച്ച് നോക്കുന്ന സമയത്ത് അബ്ദുൾ റബീഹ് തന്നെയാണ് ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് പറയാൻ വയ്യ. അതല്ലാണ്ട് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ റോബിൻ യാദവും അല്ലെങ്കിൽ ഷിവാൾഡോ എന്നിവരെയൊക്കെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അതുപോലെ ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ സന്ദീപ് മാണ്ഡ്യയാണ്. ഇന്റർകാസ്റ്റിയുടെ താരമാണ്. അദ്ദേഹം മുമ്പ് ജംഷഡ്പൂരിലൊക്കെ കളിച്ചിരുന്നു. അദ്ദേഹം ഈ സീസണിൽ നന്നായിട്ട് തന്നെ കളിച്ചു വരികയാണ്. ലെഫ്റ്റ് ബാക്കിൽ ഓപ്ഷൻസ് എന്നതിൽ അധികം പ്ലേയേഴ്സ് ഇല്ല. വേണമെങ്കിൽ നമുക്ക് നരേന്ദ്രനെയും വേണേൽ ഷിവാൾഡോയൊക്കെ അവിടെ ഉൾപ്പെടുത്താമെന്ന് വേണമെങ്കിൽ പറയാം. ഇനി മിഡ്ഫീൽഡ് പൊസിഷനാണ്. മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുന്നൊരു സമയത്ത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ വിപിൻ മോഹനും ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ എന്ന നിലയിൽ അഭിഷേക് സൂര്യവംശിയുമാണ് നിലവിലെ ഫോം അനുസരിച്ച് അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന 2 താരങ്ങളാണ്. ബാക്കപ്പ് അല്ലെങ്കിൽ ഓപ്ഷൻസ് എന്ന നിലയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് തൊയ്ബ സിംഗിനെ പറയാം. ഓസിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളൊരു പ്ലെയർ ആയിരുന്നു. അതുപോലെ തന്നെ മാർക്ക് എന്ന് പറയുന്ന ഹൈദരാബാദിൻ്റെ ഒരു പ്ലെയറുമാണ്. ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ക്രൂഷ്യൽ പ്ലെയർ വേണം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇസാക്കിൻ്റെ പേരായിരിക്കും പറയുക. ഇസാക്ക് ഇപ്പം ഓസിയിലൊരു വിങ്ങർ നിലയിലാണ് കളിക്കുന്നതെങ്കിലും അദ്ദേഹം ആ ഒരു നമ്പർ 10 പൊസിഷനിൽ കളിക്കാൻ കഴിയുന്ന താരം തന്നെയാണ്. പിന്നെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൊക്കെ ആണെങ്കിലും മറ്റും ധാരാളം പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ മറ്റൊരു ഓപ്ഷൻ എന്ന നിലയിലുള്ളത് ബ്രിസൺ ഫെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗോവയുടെ താരമാണ്. ഇനി നമുക്ക് മുന്നേറ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ലെഫ്റ്റ് വിങ് ഓപ്ഷനിൽ 2 മല്ലൂസാണ്. അതിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സനാനെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കോൺട്രിബ്യൂഷൻ വൈസ് നോക്കുന്നൊരു സമയത്ത് ISL സനാനാണുള്ളത്. മറ്റൊരു പ്ലെയർ നമുക്കറിയാം KBCയുടെ സ്വന്തം എയ്മാനാണ്. എയ്മാൻ ആണെങ്കിൽ കൂടി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്തായാലും അവിടെ ആ ഒരു പൊസിഷനിൽ നല്ലൊരു ഫൈറ്റ് ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ റൈറ്റ് വിങ് പൊസിഷനിലേക്ക് വരുന്നൊരു സമയത്താണെങ്കിലും ഇഷ്ടംപോലെ നല്ലൊരു പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പം നിന്തോയ് മീത്തെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നല്ല താരമാണ്. അതുപോലെ തന്നെ PB വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഈസ്റ്റ് ബംഗാളിൻ്റെ താരവും അദ്ദേഹവും ഒരു നല്ല ഓപ്ഷൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നിന്തോയ്ക്കാണ് ഒരുപക്ഷെ ഒരു സാധ്യത കൂടുതൽ കാണുന്നത്. ഇപ്പം നിലവിലെ ഒരു ഫോം അനുസരിച്ച് CFCയുടെ ഫസ്റ്റ് ചോയ്സ് പ്ലെയറായിട്ട് തന്നെ കളിക്കുന്ന പ്ലെയറാണ്. അതുപോലെ സെൻട്രൽ ഫോർവേഡ്സിലേക്ക് വരുമ്പോഴും നല്ല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ശിവശക്തി, പാർദിബ്, ഗുർക്കീറത്ത്. ബട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പാർദിബ് ആയിരിക്കും ഒരു പക്ഷേ ഒരു ആദ്യ 11-ൽ ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ വരിക. പക്ഷേ ഗുർക്കീറത്ത് ആണെങ്കിലും ശിവശക്തി ആണെങ്കിലും നല്ല ഓപ്ഷൻസ് തന്നെയാണ്, അതിൽ നോ ഡൗട്ട്. പിന്നെ ഈ ഒരു ടീമിനെ പറ്റി പറയുന്നൊരു സമയത്ത് എനിക്ക് തോന്നുന്നു ഡിഫൻസിൽ കുറച്ച് പ്ലേയേഴ്സ് കമ്മിയാണ് എന്നുള്ളതാണ് തോന്നുന്നത്. എന്നാൽ അറ്റാക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് വിങ്ങേഴ്സ് അല്ലെങ്കിൽ സെൻട്രൽ ഫോർവേഡ്സിൻ്റെയൊക്കെ നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഒരുപാടുണ്ട് എന്നുള്ളതാണ്. അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അതിലും സെൻട്രൽ ഫോർവേഡ്സിലേക്ക് ഇത്രയും പ്ലേയേഴ്സൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്നതാണ്. അവരൊക്കെ പെർഫോം ചെയ്യട്ടെ. നമുക്ക് ഉറപ്പായിട്ടും ഒരു നെക്സ്റ്റ് നമ്പർ 9 എന്നുള്ളത് അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ അണ്ടർ-23യുടെ നിരന്തരം മത്സരങ്ങൾ കിട്ടുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ മത്സരങ്ങൾ എങ്ങനെ ഇവർ കളിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ളത് നമുക്കറിയാൻ യാതൊരു മാർഗ്ഗവും ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. സോ നമുക്കത് ചെയ്യാം. ഇനിയിപ്പം നെക്സ്റ്റ് അണ്ടർ-23 ഇതൊക്കെ വരുന്ന സമയത്ത് അങ്ങനത്തെ മാച്ചസ് കാണാനൊക്കെ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ സനിയ.